യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം. കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. വളരെ വ്യക്തതയോടെ ദൈവവചനം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. നീ കർത്താവിന് പ്രീതികരനാണെങ്കിൽ നിന്റെ അടുത്തേക്ക് വരുന്ന ഏത് തിന്മയുടെ മധ്യത്തിൽ നിന്നും ദൈവം നിന്നെ രക്ഷിക്കും എന്ന്. ഒരു വ്യക്തി ദൈവത്തോടൊപ്പമാണ് നിരന്തരം സഞ്ചരിക്കുന്നതെങ്കിൽ, അവൻ ദൈവത്തോട് ചേർന്ന് നിന്നാണ് നടക്കുന്നതെങ്കിൽ, ഒരു തിന്മയ്ക്കും അവനെ തൊടുവാൻ സാധിക്കുകയില്ല. നമുക്ക് സ്വയം എളിമപ്പെട്ട് കർത്താവിനോടൊപ്പം ആയിരിക്കാം. ആ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ശ്രമിക്കാം. നമ്മളെ ഭ്രമിപ്പിക്കുന്ന ലോകത്തിൻ്റേതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട്, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം ഒരുക്കിത്തരും, ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, അവനാണ് എൻ്റെ തുണയും സങ്കേതവുമെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച് ആ ദൈവത്തോടൊപ്പമായിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായി നമ്മുടെ മേലുണ്ടാകട്ടെ. നമ്മൾ ചോദിക്കാതെ തന്നെയാണ് ദൈവം ഇന്ന് രാവിലെ നമ്മളെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. ആ ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. അതിലടിയുറച്ച് വിശ്വസിച്ച് ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മുടെ യാത്രകളിൽ നമ്മളെ സംരക്ഷിക്കുന്നതിന്, നമുക്ക് നല്ല ഭക്ഷണം തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിന്, സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നതിന്, മക്കളെ അനുഗ്രഹിക്കുന്നതിന്, എല്ലാത്തിനും നന്ദി പറയാം. ലോകസമാധാനത്തിനായി നന്ദി പറയാം. കുടുംബസമാധാനത്തിനായി നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവായതിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ സ്വീകരിച്ചതിന് നന്ദി പറയാം. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏക കർത്താവുമായ സർവശക്തനും സർവാധിപനുമായ പരിശുദ്ധനായ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.